സ്വത്തിനെ അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം അവൻ നൽകുകയും ചെയ്യുന്നു. ദവിൽ ഖുർബ. എന്താ ദവിൽ ഖുർബ? അൽ ഖുർബ ഉള്ളവർ എന്നാണ്. അസ്ഹാബുൽ ഖുർബ. ആരാണ് ഈ അസ്ഹാബുൽ ഖുർബ അല്ലെങ്കിൽ ദവുൽ ഖുർബ? ഏറ്റവും അടുപ്പമുള്ളവർ എന്നാണതല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്വത്ത് നൽകുന്നവൻ്റെ അടുത്ത ബന്ധങ്ങളാണ്, അടുത്ത കുടുംബങ്ങളാണ്. അതാണ് ദവുൽ ഖുർബ. വിശുദ്ധ ഖുർആനിൽ ഈ ദവുൽ ഖുർബ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി കുടുംബത്തെക്കുറിച്ച് പ്രത്യേകവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം നബി കുടുംബമല്ല, ഇവിടെ ഉദ്ദേശം ഈ നൽകുന്നവൻ്റെ ബന്ധങ്ങളാണ്. ഒരു വ്യക്തിയുടെ ദവുൽ ഖുർബ ആരാണ്? ചിലർ പിതാവിൻ്റെ മാർഗേണയുള്ള രക്തബന്ധങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ പിതാവിൻ്റെയും മാതാവിൻ്റെയും മാർഗേണയുള്ള രക്തബന്ധങ്ങൾ. അൽ അഖ്റബ് ഫൽ അഖ്റബ്. അതിൽ ഈ നൽകുന്നവൻ്റെ ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന ബന്ധങ്ങളുണ്ടാകും, താരതമ്യേന അകന്ന് വർത്തിക്കുന്നവരുണ്ടാകും. കൂടുതൽ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകേണ്ടത് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നവർക്ക്, അതിനെ തുടർന്ന് അവരർക്ക്. ഈ ദവുൽ ഖുർബ നിർണ്ണയിക്കുന്നതിൽ ചിലർ പിതാവിൻ്റെ മാർഗേണയുള്ള ബന്ധങ്ങൾ, ചിലർ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാർഗേണയുള്ള ബന്ധങ്ങൾ, മറ്റു ചിലർ മാതാപിതാക്കളും മക്കളും ഒഴിച്ച് ബാക്കിയുള്ള മാതൃപിതൃ മാർഗേണയുള്ള ബന്ധങ്ങൾ. കാരണം ഒരു വ്യക്തിയുടെ അസിൽ മാതാവും പിതാവുമാണ്, മക്കൾ അയാളുടെ ഫർആണ്. ഈ അസലിനും ഫർഇനും ഇയാൾ നിർബന്ധ ചെലവ് നൽകേണ്ടവനാണ്. അവർക്കല്ല സദഖ, അവർക്ക് അന്നഫഖത്തുൽ വാജിബ, നിർബന്ധ ചെലവാണ്, ജീവിത ചെലവാണ്. അപ്പോൾ ഇവിടെ അസലും ഫർഉം ഒഴിച്ചുള്ള ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാതാവും പിതാവും കഴിച്ചിട്ടുള്ള പിതാമഹന്മാർ, അതുപോലെ മാതൃമഹതികൾ, അതുപോലെ മക്കൾ കഴിച്ച് പിന്നെ പേരക്കുട്ടികൾ, ഇവരെ ഉൾപ്പെടുത്തിയവരുണ്ട്, ഇവരെ ഉൾപ്പെടുത്താത്തവരുണ്ട്. ചിലർ മാതാപിതാക്കളെയും മക്കളെയും അതുപോലെ പിതാമഹന്മാരെയും പിതൃമഹതികളെയും പേരമക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ ദവുൽ ഖുർബയുടെ ആ വൃത്തമുണ്ടല്ലോ, ഗണം, അതിനെ വിശാലമാക്കി പറഞ്ഞിട്ടുണ്ട്. മിൻഹാജ് താലിബീനിൽ ഇമാം അന്നവവി വാപ്പിമ്മയും അതേപോലെ മക്കളും കഴിച്ച് ബാക്കിയുള്ള എല്ലാ രക്തബന്ധങ്ങളും അൽ ഖുർബ അല്ലെങ്കിൽ അൽ ഖറാബ ഇതിൽ ഉദ്ദേശിക്കപ്പെടും എന്ന പക്ഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദവിൽ ഖുർബ എന്നാണ്. ദവിൽ ഖറാബ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധങ്ങൾ, അത് പിതാവിൻ്റെ മാർഗേണയുള്ളതാകട്ടെ മാതാവിൻ്റെ മാർഗേണയുള്ളതാകട്ടെ, അതിൽ മാതാവും ഉൾപ്പെടും, പിതാവും ഉൾപ്പെടും, മക്കളും ഉൾപ്പെടും, വല്യാപ്പന്മാർ, വല്യുമ്മമാർ, പേരമക്കൾ എല്ലാവരും ഉൾപ്പെടും എന്നുള്ളതാണ്. അൽ ഉമ്മിൽ, കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അൽ ഖറാബയെ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ അതൊരു പരത്തി പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയമല്ല അത്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു ചർച്ച ഈ ദവിൽ ഖുർബയുടെ വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഉണർത്താൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.